സോ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണത്. ഓക്കെ, അപ്പോൾ മീൻസ് എന്നെ അറിയാൻ ചാൻസസ് ഒന്നുമില്ല, കാരണം നമ്മൾ ഈ ഫിറ്റ്നസ് ഫീൽഡിൽ ആദ്യമായിട്ട് വരുന്നൊരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ എന്നെ അറിയണമെന്ന് നിർബന്ധവും ഇല്ല. കാരണം നമുക്കിപ്പോൾ ഇൻസ്റ്റഗ്രാമിലായാൽ പോലും ഫോളോവേഴ്സ് ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ യൂട്യൂബിലായാൽ പോലും വ്യൂസ് ഉണ്ടെങ്കിലും ഫോളോവേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചാനലിൽ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഇടുന്നത്. ഷോർട്സ് നമ്മൾ കുറച്ച് നാളായിട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ലോങ് വീഡിയോ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ഷുഗർ കട്ട് ചെയ്യാം. മീൻസ് ഞാനൊരു ഫിറ്റ്നസ് ഫീൽഡിലോട്ട് ഇറങ്ങിയ ശേഷം ഞാൻ ഷുഗർ കട്ട് ചെയ്തു, മൊത്തത്തിൽ കട്ട് ചെയ്തു. ഞാൻ സത്യത്തിൽ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊക്കെ ഞാൻ ഷുഗർ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു എന്നൊന്നും പറയണ്ട, വെൽക്കം ടു മൈ ചാനൽ. ഇനി ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മൾ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. എൻ്റെ വർക്കൗട്ട് സ്പ്ലിറ്റും ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എന്നെപ്പറ്റി കൂടുതൽ അറിയണമെന്നാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ പേജ് ഫോളോ ചെയ്താൽ മതി. ഇൻസ്റ്റയിൽ ഫൈസി തന്നെയാണ് നമ്മുടെ പേര് വരുന്നത്. സോ അത് ചെന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, നമുക്ക് വലിയ സ്റ്റുഡിയോ സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല. ജിമ്മിൽ പോയിട്ട് ഷൂട്ട് ചെയ്യാനുള്ളൊരു വകയില്ല. സോ അതുകൊണ്ട് തന്നെ ജിമ്മിൽ പോവും, അതിൽ ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ വരുന്നുണ്ടാവും, പിന്നെ യൂട്യൂബിൽ ഷോർട്സിലായിട്ട് വരുന്നുണ്ടാവും. ഇങ്ങനത്തെ ലോങ് വീഡിയോസൊക്കെ ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഷൂട്ട് ചെയ്യാം. മീൻസ് പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, എങ്ങനെ ഷുഗർ കട്ട് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു എളുപ്പ വഴി എന്നല്ല, അതിൻ്റെ ഒരു കീ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. അതായത് നിങ്ങൾ എങ്ങനെ അതിനെ കാണുന്നു, അതായത് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ തോന്നിയാൽ കട്ട് ചെയ്തേക്കണം, അത്രേ ഉള്ളൂ. പിന്നെ അതിൽ ഈ കുറച്ച് കട്ട് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യരുത്. ആക്ച്വലി കട്ട് ചെയ്യാൻ തോന്നിയാൽ ഓൺ ദ സ്പോട്ടിൽ അത് കട്ട് ചെയ്തോളണം. അത് ഭൂരിഭാഗം കേസിലും പറ്റത്തില്ല. ഇപ്പോൾ എന്താ പറയുക, മൈൻഡ് സെറ്റ് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ കട്ട് ചെയ്താൽ പോലും ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ പിന്നെയും ഷുഗർ ഇൻടേക്ക് ചെയ്ത് തുടങ്ങും. എൻ്റെ ഒരു കേസ് ഞാൻ പറഞ്ഞുതരാം. ഞാനങ്ങനെ മിഠായി, ഐസ്ക്രീം അങ്ങനത്തെ കേസൊന്നും കഴിക്കുന്ന ഒരാളല്ല. എനിക്ക് പൊതുവേ അത് ഇഷ്ടമല്ല. അച്ചാർ ഷുഗർ എന്നല്ല, മീൻസ് മനുഷ്യന്മാർക്ക് കോമൺ ആയിട്ട് ഇഷ്ടമുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ടാകും, അതൊന്നും കഴിക്കാത്തൊരു വ്യക്തിയാണ്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് ഷുഗർ കട്ട് ചെയ്യൽ വലിയ ടാസ്ക് ഇല്ലാത്തൊരു പരിപാടിയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലോണം ചായ കുടിക്കും. അതും കട്ടൻ ചായ അല്ല, നമ്മുടെ മറ്റേ പാൽ ചായ കാര്യങ്ങളൊക്കെ നല്ലോണം കുടിക്കും. ഇപ്പോൾ രാവിലെ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ചായ കുടിക്കും, എല്ലാവരും കുടിക്കുന്ന പോലെ തന്നെ ഞാനൊരു ചായ കുടിക്കും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെയും നല്ല രീതിക്ക് ചായ കുടിക്കും. വൈകുന്നേരം ചായ കുടിക്കും, രാത്രി വന്നിട്ട് ചായ കുടിക്കും. അപ്പം അങ്ങനെ ഒരു ചായ കൂടി ഉണ്ടായിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ മെയിൻ ഷുഗർ ഇൻടേക്ക് അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് പ്രാന്തുള്ളൊരു സംഭവമാണ് ഈ ക്രീം ബണ്ണ്. മീൻസ് ഇതിപ്പോൾ കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുമെങ്കിൽ എനിക്ക് പ്രാന്തുള്ളൊരു സംഭവമാണ് ക്രീം ബണ്ണ്. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഷുഗർ ഇൻടേക്ക് വരുന്നത്. സോ ഇത് ഞാൻ എങ്ങനെ കട്ട് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കുറച്ചു, അതായത് ചായ കുടിയുടെ എണ്ണം കുറച്ചു. രാവിലെ ഒരെണ്ണം കുടിക്കും, വേറെ പിന്നെ പുറത്ത് പോയാലൊന്നും ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ നിങ്ങളിപ്പോൾ 10 മിഠായി മീൻസ് ഒരാഴ്ച എടുക്കുമ്പോൾ ഒരു 10-15 മിഠായി നിങ്ങൾ തിന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ എണ്ണം കുറക്കുക. ഫസ്റ്റ് ഒരു 5 എണ്ണം ആക്കുക, പിന്നെ 2 എണ്ണം ആക്കുക. അങ്ങനെ ഗ്രാജുവലി ഇത് പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു സംഭവമൊന്നുമല്ല. 1 മാസം 2 മാസമൊക്കെ പിടിച്ച് പതിയെ വരുന്നൊരു സംഭവമാണ്. എനിക്ക് പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റിയ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫുഡ് ഹാബിറ്റ് അങ്ങനെയാണ്. ഞാൻ ഈ മിഠായി കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല. ചായ കുറക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മുമ്പിലുള്ളൊരു ടാസ്ക്. പിന്നെ ക്രേവിങ്സ് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ക്രേവിങ്സ് വരും. അഫ്കോഴ്സ് ക്രേവിങ്സ് വരും. ക്രേവിങ്സ് വരുമ്പോൾ നിങ്ങൾ കഴിക്കേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ക്രേവിങ്സ് വരുമ്പോൾ കഴിക്കണം. ഇപ്പോൾ എനിക്ക് ക്രീം ബണ്ണ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഫുഡ് ഐറ്റംസിൽ എനിക്ക് ഷുഗർ ഉള്ളതിൽ ഏറ്റവും ഭ്രാന്ത് പിടിച്ചൊരു സാധനമാണത്. അപ്പോൾ അതെനിക്ക് ക്രേവിങ്സ് വരുമ്പോൾ ഞാനത് കഴിക്കും. മീൻസ് അത് കഴിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. അതായത് ഞാൻ 10 രൂപയുടെ ഒരു ക്രീം ബണ്ണ് കിട്ടും, അത് ഒരു ദിവസം കഴിക്കും, പിന്നെ ആഴ്ച തുടത്തില്ല സാധനം. അല്ലെങ്കിൽ ഒരു മാസം എന്ന് ഞാൻ പറയുന്നില്ല, അത് ഇടയ്ക്കിടയ്ക്ക് ക്രേവിങ്സ് വരുമ്പോൾ ഞാൻ കയറി കഴിക്കാറുണ്ട്. നമ്മളങ്ങനെ കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടൈപ്പൊന്നുമല്ല, നോർമലായിട്ട് ഡയറ്റ് ഫോളോ ചെയ്ത് പോകുന്നു. ബട്ട് എങ്കിലും ഈ ഷുഗർ ഭയങ്കര പ്രശ്നമുള്ളൊരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആഴ്ച ഞാൻ തുടത്തില്ല. ഡയറ്റ് പൊട്ടിയെന്ന് വെച്ചിട്ട് നമ്മൾ പിന്നെ ഷുഗർ ഇൻടേക്ക് അങ്ങനെയൊന്നുമില്ല. ഒരാഴ്ച ഒരെണ്ണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആഴ്ച തുടത്തില്ല. പിന്നെ അത് ബേൺ ചെയ്ത് കളയുകയും ചെയ്യും. വർക്കൗട്ടിന് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് ബേൺ ചെയ്ത് കളയുകയും ചെയ്യും. പിന്നെ അപ്പം ഇങ്ങനെ ഇപ്പം ജിമ്മിൽ പോകാൻ പറ്റാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു രാവിലെ എണീറ്റ് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നടക്കുക, ഇത്രയും ദൂരം നടക്കുക. ഇങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നടക്കുന്ന കേസിലാണ്. ഞാനിപ്പോൾ നടക്കാൻ പോകാറില്ല, കാരണം നമുക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് കാലിന് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നടക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
ഇപ്പം ലെഗ് പ്രസ് കാര്യങ്ങളൊന്നും പ്രശ്നമുണ്ടോയെന്നൊന്നും ചോദിക്കരുത്, അതൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. ബട്ട് നടക്കുമ്പോൾ ഈ ഒരു ഫൂട്ടിൻ്റെ ലെഗമെൻറ്റിലാണ് പ്രശ്നം, അതുകൊണ്ട് തന്നെ ഇച്ചിരി പ്രശ്നമാണ്. നമ്മുടെ മെയിൻ ഷുഗർ കട്ടിൻ്റെ ഒരു ഓക്കെ. അപ്പം അങ്ങനെയൊക്കെയാണ് നടക്കുക, അങ്ങനെ ബേൺ ചെയ്ത് കളയാം. ഇപ്പം എനിക്ക് അവസാനമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ മൈൻഡ് സെറ്റാണ്. നിങ്ങൾ എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളത് വെച്ചിരിക്കും നിങ്ങൾ ഷുഗർ കട്ട് ചെയ്യുന്നതിൻ്റെ. ഇൻടേക്ക് ശ്രദ്ധിക്കുക, അതായത് നിങ്ങൾ എന്തോരം കഴിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ബിസ്ക്കറ്റ്, ഇപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് മീൻസ് അതിൽ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് ഷുഗർ കണ്ടന്റ് ഉണ്ട്. അത് മൊത്തമായിട്ട് കഴിക്കാതെ ആ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒരാഴ്ചക്ക് നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ഒരാഴ്ച നിങ്ങൾ കഴിക്കുന്ന ഷുഗറാണ് ശരിക്കും ഇപ്പം നിങ്ങൾ ഒരു ദിവസം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു സംഭവത്തിൽ നിങ്ങൾ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് പതിയെ ഈ ഒരു ഷുഗർ ഇൻടേക്ക് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഷുഗർ ക്രേവിങ്സ് അത്യാവശ്യം കുറയും. പിന്നെ ഒരാഴ്ച നിങ്ങൾ കംപ്ലീറ്റ് കട്ട് ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവില്ല. ഇത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യാറില്ല. ഇപ്പം ഞാൻ ആക്ച്വലി രാവിലെ പഞ്ചസാര ഇട്ടിട്ട് ചായ കുടിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ വലിയ 4-5 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് കുടിക്കൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ട് ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുടിക്കും. വേറെ ചായ കുടി കാര്യങ്ങളൊന്നുമില്ല. ഇൻ കേസ് ഇപ്പം അങ്ങനെ ചായ കുടിക്കുകയാണെങ്കിൽ തന്നെ ഞാനത് വിത്തൗട്ട് കുടിക്കത്തുള്ളൂ. സോ അങ്ങനെ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് കാണാൻ സാധിക്കും. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് വന്നേക്കുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധി ഒന്നുകൂടെ ബ്രൈറ്റ് ആയ പോലെ എനിക്ക് തോന്നി. പിന്നെ അതേപോലെ മുഖം ഗ്ലോ ആയ പോലെ തോന്നി. അങ്ങനത്തെ കുറച്ച് നല്ലൊരു എനർജി വന്ന പോലെ തോന്നി. അങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് എനിക്ക് എന്നിൽ തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ മസിൽ, ഞാനിപ്പോൾ വർക്കൗട്ടിന് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മസിൽ ഗ്രോത്ത് നല്ല രീതിക്ക് വരുന്ന പോലെ എനിക്ക് തോന്നി. ഇതിപ്പോൾ കണ്ടിട്ട് വിചാരിക്കരുത് അമ്മാതിരി മസിൽ ഗ്രോത്ത് ഒന്നുമല്ല. നിങ്ങൾ എൻ്റെ പഴയ ശരീരം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പതിയെ കുറച്ച് കൊണ്ടുവരിക, ഗ്രാജുവലി കുറക്കുക. ഇപ്പോൾ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ ആ ചായയിൽ നിങ്ങൾ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇടണമെങ്കിൽ അതിൽ 1/2 ടീസ്പൂൺ ആക്കുക. അങ്ങനെ ഒരാഴ്ച കൊണ്ടുപോകുക. പതിയെ അതങ്ങനെ കുറച്ച് കൊണ്ടുവരിക. ഇത് ശരിക്കും ഡേഞ്ചറാണ്, നിങ്ങളുടെ ലൈഫിന് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സംഭവമാണ് ഷുഗർ. സോ മാക്സിമം കട്ട് ചെയ്യുക. എന്താ പറയുക, ഒരു ആവേശത്തിന് വന്നു പോയതാണ്. സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി അലങ്കോലമായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എങ്കിലും ക്ഷമിക്കാൻ, ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻസ് കാര്യങ്ങളൊക്കെ ഈ ചാനലിലൂടെ വരുത്താൻ ഞാൻ ശ്രമിക്കാം. ഇതിൻ്റെ ഒരു റെസ്പോൺസ് പോലെ ഇരിക്കും അത്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. സോ സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ സേഫ്.